ഹായ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇന്ന് ഉച്ചവരെ സംഭവിച്ചിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ച്, പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെ കുറിച്ച്, അതായത് നിവിൻ ക്വിറ്റ് ചെയ്ത് പുറത്തു പോയി, നിവിൻ സീക്രട്ട് റൂമിലേക്കാണോ പോയത് എന്നുള്ളൊരു സംസാരം നിലവിലുണ്ട്. പിന്നെ നമ്മുടെ അനുമോളും ജിസേലും തമ്മിൽ പരസ്പരം ഫിസിക്കൽ അറ്റാക്ക് ചെയ്തോ, ബിഗ് ബോസ് അവർ രണ്ടുപേരും വിളിച്ച് അവർക്ക് എന്ത് പണിഷ്മെന്റ് ആണ് കൊടുത്തത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ജിസേലും അതേപോലെ അനുമോളും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം, ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതലേ ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ട്. റൂള് തെറ്റിച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉപയോഗിക്കുന്നു, ലിപ്സ്റ്റിക് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അനുമോളുടെ എപ്പോഴുമുള്ള പരാതി. ഇന്നും അത് തന്നെ ആയിരുന്നു ഈ ഒരു വിഷയത്തിനുള്ള ഒരു കാരണവും. ജിസേല് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് അനുമോൾ പറയുന്നു. അത് തെളിയിക്കാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജിസേലിന്റെ ചുണ്ടിൽ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്യാണ്. പക്ഷെ ജിസേല് പറയുന്നത് ടച്ച് ചെയ്തതല്ല, അതിങ്ങനെ ഒരച്ചു എൻ്റെ മുഖത്ത് എന്നാണ് ജിസേല് ബിഗ് ബോസിനോട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടച്ച് ചെയ്ത, അതായത് ടിഷ്യൂ പേപ്പർ ചുണ്ടിൽ ടച്ച് ചെയ്തിട്ട് ആ ലിപ്സ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ അത് ചെയ്തത്. പക്ഷേ ആ അനുമോൾ ചെയ്ത ആ ഒരു കാര്യവും തെറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ദേഹത്ത് തൊടുന്നത് തെറ്റ് തന്നെയാണ്. അത് എന്തിനു വേണ്ടി ആയാലും അത് അവർക്ക് ഇഷ്ടമല്ലാത്തിടത്തോളം കാലം അത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ ജിസേലിനോട് ചോദിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ജസ്റ്റ് ചുണ്ടിലൊന്ന് ടച്ച് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട്, അങ്ങനെ ചോദിച്ചാൽ ജിസേൽ സമ്മതിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ജിസേൽ സമ്മതിച്ചിട്ട് അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ചെയ്തു പോയി അനുമോള്. അപ്പൊ തിരിച്ച് ആ ഒരു പെട്ടെന്നുള്ള റിയാക്ഷനിൽ അനുമോളെ പിടിച്ച് ഒരു തള്ളു എന്ന് പറയുമ്പോൾ ചെറിയ തള്ളുന്നല്ല, നല്ല ശക്തിയിൽ തള്ളുന്നു. അനുമോള് പിന്നിലേക്ക് തെറിച്ചു പോകുന്നു. പക്ഷേ ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട്, അതേപോലെ തന്നെ ജിസേലിന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഹൗസിലുള്ള മറ്റ് അംഗങ്ങളെല്ലാവരും, ഭൂരിപക്ഷം ആളുകളും അനുമോള് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു, അനുമോളെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അതിങ്ങനെ ഭയങ്കര ചർച്ചയായിട്ട് വരുന്നു, ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് നെവിന് പുറത്തു പോകേണ്ടുന്ന ഒരു വിഷയം ഉണ്ടാകുന്നത്. ഇത് നെവിൻ ഏറ്റുപിടിക്കുന്നു, ജിസേലും അനുമോളും തമ്മിലുള്ള വിഷയം. അപ്പോഴും ജിസേല് തള്ളിയത് തെറ്റാണെന്ന് അവിടെ ആരും പറയുന്നില്ല. എല്ലാവരും അനുമോള് ജിസേലിന്റെ ചുണ്ടിൽ നിന്ന് ലിപ്സ്റ്റിക് എടുത്ത തെറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിവിൻ ഇത് ഭയങ്കരമായിട്ട് ഏറ്റുപിടിക്കുന്നു. അവിടെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു. അവസാനം നിവിൻ പ്രഖ്യാപിക്കുകയാണ്, അനുമോളുള്ള ഈ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഇനി ഉണ്ടാവില്ല, ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നുകിൽ അനുമോളെ പുറത്താക്കുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും എന്നുള്ള രീതിയിലേക്ക് നിവിൻ മാറുന്നു. അത് ക്യാമറയുടെ മുന്നിൽ പോയിട്ടും പറയുന്നു. ബിഗ് ബോസിനോട് പറയാണ്, അനുമോളെ ക്വിറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അനുമോളെ ഫിസിക്കൽ അസാൾട്ടിന് പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ വരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, കഴിഞ്ഞ സീസണിൽ റോബിൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, സീസൺ 6. അപ്പോൾ റോബിന് ഇതേപോലെ ഒരു അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു ഫിസിക്കൽ അസാൾട്ടാണ്, അത് എന്നെ പുറത്താക്കിയതുപോലെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആയിപ്പോയി ഇതും. കാരണം ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നം, അവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് നെവിൻ ആളാവാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല, കയറി ഇടപെടുന്നു. ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ എന്ന് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്നു. പക്ഷേ ഇവിടെ നെവിൻ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ബിഗ് ബോസ് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചിരുത്തുന്നു. ജിസേലിനെയും അനുമോളെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. രണ്ടുപേരുമായിട്ട് സംസാരിക്കുക, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ചോദിക്കുന്നു. രണ്ടുപേരോടും വളരെ കർശനമായിട്ട് തന്നെയാണ്, അതായത് ഒരാളോട് സോഫ്റ്റ് ആയിട്ടും ഒരാളോട് സ്ട്രോങ് ആയിട്ടല്ല, രണ്ടുപേരോടും ഒരേ ശബ്ദത്തിലും ഒരേ രോഷത്തോടും കൂടെ തന്നെയാണ് ബിഗ് ബോസ് സംസാരിക്കുന്നത്. നിങ്ങൾ നിയമപുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതല്ലേ, ഇതൊരു കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന TV ഷോ ആണ് എന്ന് നിങ്ങൾക്കറിയില്ലേ, ഇതെല്ലാം സമ്മതിച്ചിട്ടല്ലേ നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇവർ രണ്ടുപേരും, അതായത് അനുമോളും ജിസേലും ആ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടും ചർച്ചയാണ്, അല്ലെങ്കിൽ തർക്കങ്ങളാണ്. ചർച്ച എന്ന് പറയാൻ പറ്റില്ല, അവർ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറയുന്നത്, പക്ഷേ അവിടെ ചർച്ചയല്ല, തർക്കങ്ങളാണ്. ജിസേൽ പറയുന്നു, എന്നെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു, എൻ്റെ മുഖം പിടിച്ച് വരച്ചു എന്നൊക്കെ ജിസേൽ പറയുന്നു. അപ്പോൾ അനുമോൾ, ഞാൻ വരച്ചിട്ടില്ല, ഞാൻ ടിഷ്യൂ പേപ്പറിനോട് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ട് അനുമോൾ തിരിച്ചു, അങ്ങനെയാണെങ്കിൽ എന്നെ പിടിച്ച് തള്ളിയത് ഫിസിക്കൽ അസാൾട്ട് അല്ലേ? അപ്പോഴും ജിസേൽ പറയുന്നത്, എന്നെ ആദ്യം ചെയ്തിട്ടല്ലേ ഞാൻ ചെയ്തത് എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങൾ. പക്ഷേ ഇവിടെ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം,
ഇതിന്റെ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ അത് ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ നിയമാവലിയും ഇവിടുത്തെ അച്ചടക്ക ലംഘനങ്ങളും ഒക്കെ പരിശോധിക്കാൻ ഇവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിന്റെ തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും രണ്ടു പേർക്കും ശിക്ഷ ഉണ്ടാവും. പക്ഷെ അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലായിരിക്കും എന്ന് ഇവർ രണ്ടുപേരോട് പറയുന്നു. രണ്ടുപേരും ചർച്ച ചെയ്ത് സമവായത്തിലെത്താൻ വേണ്ടിയിട്ടും ലാസ്റ്റ് ബിഗ് ബോസ് പറയുന്നുണ്ട്, അവരോട് പുറത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നു. ഇവർ രണ്ടുപേരും കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്ത് വന്ന് ലിവിങ് ഏരിയയിൽ ഇരിക്കുകയാണ്. അവിടെ ലിവിങ് ഏരിയയിൽ ഇവർ വന്നിരുന്ന സമയത്ത് നെവിനോടായിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നു, നെവിൻ എന്താണ് ക്യാമറയിൽ വന്നിരുന്ന് പറഞ്ഞത്, ക്യാമറയിൽ ബിഗ് ബോസിനോട് എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നെവിൻ എണീക്കുന്നില്ല, നെവിൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് കടുത്ത സ്ഥലത്തിൽ തന്നെ പറയുന്നത്, നെവിൻ എഴുന്നേറ്റ് നിൽക്കൂ. അപ്പോൾ നെവിൻ എഴുന്നേറ്റ് നിൽക്കുന്നു. പിന്നെ ബിഗ് ബോസിന്റെ ചോദ്യങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായിരുന്നു. അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് നിങ്ങൾ എന്തിനാണ് ക്വിറ്റ് ചെയ്ത് പോകണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യം എന്ന് നെവിനോട് ചോദിക്കുന്നു. നെവിൻ അവിടെ കിടന്ന് ഉരുളാണ്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത്. അതായത് അനുമോള് കുറെ നാളുകളായിട്ട് അങ്ങനെയാണ്, വ്യക്തിവൈരാഗ്യം വെച്ച് സംസാരിക്കുകയാണ്, വ്യക്തിവൈരാഗ്യം വെച്ച് പെരുമാറാണ്. അപ്പോൾ ബിഗ് ബോസ് ഇടപെട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായില്ലേ, അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെട്ട് ക്വിറ്റ് ചെയ്ത് പോകുന്നു എന്ന വെല്ലുവിളി നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴത്തെ ആ ഒരു ആത്മരോഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അത് എങ്ങനെ പറഞ്ഞു? അപ്പോൾ പറയാൻ അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോവില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും എടുത്തിരിക്കുന്നത്, നിങ്ങൾ ക്യാമറയിൽ വന്ന് എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴത്തെ ആത്മരോഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അനുമോള് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത്രയും ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ട് അനുമോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നെവിൻ ക്വിറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് നെവിനോട് ബിഗ് ബോസ് ചോദിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഈ കാര്യം പന്തിയല്ല എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ അപ്പാനി ഞാൻ തോന്നുന്നു നെവിനോട് എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നെവിന് കാര്യം പിടികിട്ടി, ഇത് പുറത്തേക്കുള്ള വഴി എനിക്ക് തെളിയാണെന്നുള്ളത്. അപ്പോൾ നെവിൻ അവർ തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു പറയുന്നു. അപ്പോൾ അടുത്ത ബിഗ് ബോസിന്റെ ഡയലോഗ് എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ പുറത്തെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്, ആ വഴി പുറത്തേക്ക് പോവാം എന്ന് പറയുന്നു. ഗത്യന്തരമില്ലാതെ നെവിൻ പുറത്തേക്ക് പോവുകയാണ്. അവിടുന്ന് എല്ലാവരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അക്ബറും അപ്പാനിയും എല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നെവിൻ പുറത്തേക്ക് പോവുകയാണ്. ഓടിയാണ് ഇറങ്ങി പോകുന്നത്. അപ്പാനി പുറകെ ഓടുന്നുണ്ട്, പക്ഷെ നെവിൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പക്ഷേ ഇവിടെ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം, ക്യാമറയിൽ നോക്കി ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കാര്യത്തിന് നെവിനെ പുറത്താക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചർച്ചാ വിഷയം. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നെവിൻ സീക്രട്ട് റൂമിൽ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഉറപ്പല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാണ്, എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പറയണതല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാണ്, നെവിൻ സീക്രട്ട് റൂമിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ തമാശ രൂപത്തിലാണ് ആ ബിഗ് ബോസ് ഹൗസിൽ നെവിൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതും ഉള്ളിൽ ചിലപ്പോൾ തമാശ രൂപത്തിൽ എന്നുള്ള രീതിയിലായിരിക്കും വെല്ലുവിളി നടത്തിയിട്ടുണ്ടാവുക. ബിഗ് ബോസ് അത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല. ബിഗ് ബോസും ഈ നെവിൻ്റെ ഈ പ്രവൃത്തികളെയൊക്കെ ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രയോഗമായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, സീക്രട്ട് റൂമിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മളെ കാണിച്ചോളണമെന്നില്ല സീക്രട്ട് റൂമിൽ അവരിയ്ക്കുന്നത്. കാരണം നേരത്തെ ഒനിയൽ സാബുവും അതേപോലെ ഷാരികയും ഡാർക്ക് റൂമിലേക്ക് പോയപ്പോൾ അതൊരിക്കലും പ്രേക്ഷകരെ കാണിച്ചിട്ടില്ല. ഈ സീക്രട്ട് റൂമിൽ നെവിൻ ഇരിക്കുന്നതും ചിലപ്പോൾ നമ്മളെ കാണിച്ചോളണമെന്നില്ല. ഇനി ഓണം സ്പെഷ്യൽ എപ്പിസോഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ സീക്രട്ട് റൂമിലാണെങ്കിൽ നെവിൻ്റെ എൻട്രി ഉണ്ടാവുക. അതും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എൻട്രി ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങളെന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.